ബറക്ക എന്നാണ് പേര്. ഈ ബറക്ക ഒരു കറുത്ത വർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ ഒരു കുട്ടിയാണ്. കറുത്ത കുഞ്ഞാണ് ബറക്ക എന്ന് പറയുന്നത്. ചെറിയ കുഞ്ഞുമോള. മുസ്തഫായ റസൂലുള്ളാഹിന്റെ ഉപ്പായുടെ പരിചാരിക, അവിടുത്തെ സേവകൻ, അവിടുത്തെ അടിമ. എന്നാൽ ഈ ബറക്കക്ക് വല്ലാത്ത താല്പര്യമുണ്ടായിരുന്നു അബ്ദുല്ലാഹ് ഒന്ന് കല്യാണം കഴിച്ച് കാണാൻ. കാരണം യജമാനൻ നല്ലൊരു പെണ്ണ് കെട്ടിയിട്ട് ആ കല്യാണത്തിനൊക്കെ ഒന്ന് കൂടിയാടിയെങ്കിൽ എന്ന് സന്തോഷിച്ച് നടക്കുകയായിരുന്നു കുഞ്ഞുമകളായ ബറക്ക റളിയല്ലാഹു തആല. കുട്ടികൾ വർത്താനം പറയാൻ പാടില്ല, ഉസ്താദ് പറയുന്നത് നല്ല ശ്രദ്ധിക്കണം. കുഞ്ഞുമകളായ ബറക്ക അബ്ദുല്ലാഹ് ഒന്ന് പുതിയാപ്പിള ഇറങ്ങി കണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് അബ്ദുൽ മുത്തലിബ് അബ്ദുല്ലാഹ്ക്ക് പെണ്ണ് ഇറങ്ങി കണ്ട് നടക്കുന്നത്. ഏറ്റവും സുന്ദരിയായിട്ടുള്ള മക്ക രാജ്യത്തെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ആമിന ബീവി, വഹബിന്റെ മകൾ റളിയല്ലാഹു തആല അൻഹ, അവരെ കണ്ടുപിടിച്ചു. ആമിന ബീവിയെ കല്യാണം ആലോചിക്കുന്ന സമയത്ത് മക്ക രാജ്യത്തിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഒരുപാട് മനുഷ്യന്മാര് ആമിന ബീവിയെ കല്യാണം കഴിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരുന്നു. പക്ഷേ റബ്ബിന്റെ വിധി എന്താണ്? മുസ്തഫായ റസൂലുള്ളാഹിന്റെ ഉപ്പാനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നാണ്. ഒരുപാട് ആളുകൾ ആമിന ബീവിന്റെ കല്യാണം കഴിച്ച അന്നത്തെ രാത്രിയില് സ്വപ്നസ്ഖലനമുണ്ടായിട്ട് കുളി നിർബന്ധമായി പോയിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. കാരണം ആമിന ബീവിയെ എനിക്ക് ലഭിച്ചെങ്കിൽ, എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മക്ക രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ നടക്കുന്ന സംഭവം എന്താ? അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അല്ലാഹു തആല അബ്ദുല്ലാഹ് എന്നവർക്ക് അത് നൽകുകയാണ്. ബറക്കക്ക് ഇതൊക്കെ കാണണം, കല്യാണ തീരുമാനം കാണണം. ആളുകൾ കൂടി. അബ്ദുൽ മുത്തലിബിന്റെ വീടെന്ന് പറഞ്ഞാൽ തട്ടുള്ള വീടാണ്. ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ആ മക്ക രാജ്യത്തുള്ള ഖുറൈശി തറവാട്ടിലെ ഏറ്റവും സുന്ദരമായ വീടാണ് അബ്ദുൽ മുത്തലിബിന്റെ വീട് എന്ന് പറയപ്പെടുന്ന വീട്. പരിചാരികമാര് ധാരാളം അടിമ സ്ത്രീകളുണ്ട്, ധാരാളം അടിമകളുണ്ട്. എല്ലാവരും അബ്ദുൽ മുത്തലിബിന്റെ വിശാലമായ വീട്ടിലൂടെ സേവനങ്ങൾ ചെയ്ത് ജോലിയെടുത്ത്, കാരണം മക്കയുടെ അധിപനാണല്ലോ അബ്ദുൽ മുത്തലിബ്. അങ്ങനെ സേവനം ചെയ്തുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അബ്ദുല്ലാഹ്ക്ക് കല്യാണം തിരയുന്നത്. കല്യാണം തിരയണം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർക്ക് ഒരു പെണ്ണ് കിട്ടണമെങ്കിൽ എത്രങ്ങാനും തിരയണം. എത്രങ്ങാനും തിരയണം. ഗൾഫിൽ ജോലി ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചൊറുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പെണ്ണ് കിട്ടണമെങ്കിൽ പണി എത്ര എടുക്കണം, അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പ്രേമിക്കണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ മുതല് കിട്ടൂല. 6-7 വർഷങ്ങൾ തെരഞ്ഞാലും കിട്ടില്ല. ഈ കാലത്ത് പെണ്ണ് തരാൻ ഭയങ്കര പണിയാ. അന്ന് അങ്ങനെയല്ല. അന്ന് എണ്ണപ്പെട്ട ഏറ്റവും കുലപതിയായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് നേരത്തെ തെരഞ്ഞു വെച്ച അബ്ദുൽ മുത്തലിബ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ മറ്റൊരു മനുഷ്യരവിടല്ല. അതുകൊണ്ട് ആമിന ബീവിയെ തെരഞ്ഞെടുത്തു, അതിനെ അംഗീകരിച്ചു. കല്യാണം കാണണം. ബറക്കക്ക് കല്യാണം തീരുമാനിച്ചപ്പോൾ ബറക്കയുടെ മനസ്സിൽ എന്താണ്? കുറെ ആൾക്കാര് അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ വരില്ലേ? രാജാക്കന്മാര് വരും, പേർഷ്യൻ രാജാക്കന്മാര്, അറേബ്യൻ രാജാക്കന്മാര് അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലേക്ക് വരും. ഈ ജനത്തിരക്കിൽ എനിക്ക് കല്യാണം കാണാൻ പറ്റൂലായിരിക്കും, എന്റെ യജമാനൻ അബ്ദുള്ള പുതിയാപ്പിള ഇറങ്ങുന്നത് എനിക്ക് കാണാൻ പറ്റൂലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ബറക്ക ഇങ്ങനെ വിഷമിച്ചിരിക്കും. കല്യാണത്തിന്റെ ദിവസം വന്നപ്പോൾ ബറക്ക കാലത്ത് ഉറക്കിൽ നിന്ന് ഉണർന്നു. എല്ലാവരും കുളിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അടിമ സ്ത്രീകൾ മുഴുവനും അടുക്കളയിൽ വേലയാണ്, ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്, ചില ആളുകൾ ഡ്രസ്സ് മാറ്റുകയാണ്, മറ്റു ചില ആളുകൾ അസ്തർ പൂശിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ബറക്കയുടെ ശരീരത്തിലേക്കും അസ്തർ പൂശി. ഇന്ന് കല്യാണ ദിവസമല്ലേ, യജമാനന്റെ അസ്തർ പൂശി കൊടുത്തു. ബറക്ക സന്തോഷമായിരിക്കുകയാണ്. പുതിയാപ്പിള ഇറങ്ങാൻ സമയം ഒരുപാട് ജനങ്ങൾ വന്നു. രാജ്യത്തിന്റെ വിവിധ വിശിഷ്ട അതിഥികൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ, രാജകീയമായ ശൈലിയിൽ ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോ ബറക്കയുടെ മനസ്സിലുള്ള തീരുമാനം എന്താണ്? എനിക്കെങ്ങനെയാണ് അബ്ദുള്ള എന്റെ യജമാനൻ പുതിയാപ്പിള ഇറങ്ങി പോകുന്നത് കാണാൻ ഈ ജനത്തിരക്കിൽ എനിക്ക് കാണാൻ കഴിയുമോ? എന്നിട്ട് പിന്നെ ഒഴിഞ്ഞു നിന്ന് ആലോചിക്കാം, എന്നാ പിന്നെ ഞാൻ ഒഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് പോയിട്ട് നിൽക്കാം. അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ എന്റെ യജമാനൻ അബ്ദുള്ള സുന്ദരമായ
ഗംഭീരമായിട്ട് പുതിയാപ്പിള ഇറങ്ങിപ്പോകുന്നത് കാണാമല്ലോ. അതുകൊണ്ട് ഒഴിഞ്ഞൊരു ഭാഗത്ത് പോയി നിൽക്കട്ടെന്ന് പറഞ്ഞ് അബ്ദുള്ള എന്നവര് പുതിയാപ്പിള ഇറങ്ങുമ്പോ ബറക്ക എന്ന അടിമ സ്ത്രീ ഒഴിഞ്ഞൊരു ഭാഗത്ത് പോയിട്ട് ഇങ്ങനെ നോക്കി. എന്തോ ഒരു ചന്തമാണ്, എന്തോ ഒരു ചുരുക്കാണ് തന്റെ യജമാനനെ കാണാന്. അതേ പ്രൗഢിയുള്ള ജനങ്ങൾക്കിടയിൽ വെച്ചുകൊണ്ട് അബ്ദുള്ള എന്നവരെ പ്രത്യേകമായി എടുത്തു കാണിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുപ്പയാകുന്ന അബ്ദുള്ള എന്നവര് പുതിയാപ്പിള ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകുന്ന രംഗം ബറക്ക എന്ന പെൺകുട്ടി ദൂരെ നിന്ന് നോക്കി കാണുകയാണ്. പോയി മറിഞ്ഞു. കഅബ ശരീഫിന്റെ പരിസരത്തിലൂടെ ബറക്ക വിട്ടു നിന്നിങ്ങനെ നോക്കി യജമാനനെ, ആൾക്കൂട്ടത്തിലേക്ക് നോക്കി. എന്നിട്ട് പോയിട്ട് കടന്നു. പടച്ചോനെ, പുതിയാപ്പിള പോയി ഇപ്പൊ തിരിച്ചു വരാൻ എത്ര ദിവസം വേണം? 2-3 ദിവസം കഴിയണം. ബൊലോറോ വണ്ടിയൊന്നും വന്നില്ല. 2-3 ദിവസം കഴിഞ്ഞിട്ട് വേണം പുതിയാപ്പിളക്ക് തിരിച്ചു വരാൻ. ബറക്കയുടെ മനസ്സിൽ പിന്നെ വേവലാതി. 2-3 ദിവസം കഴിഞ്ഞിട്ടല്ലേ എന്റെ യജമാനൻ ഈ പുതിയാപ്പിള തിരിച്ചു വരുന്നത് എനിക്ക് കാണാൻ പറ്റുള്ളൂ. വല്ലാത്ത വിഷമം. അങ്ങനെ വീട്ടിൽ പോയിട്ട് വീണ്ടും കിടന്നു. ഒരു ഭാഗത്ത് തിരിച്ചു വരുന്നത് 3 ദിവസം കഴിഞ്ഞു പുതിയാപ്പിള വരുന്ന രംഗം കഅബ ശരീഫിന്റെ പരിസരത്ത് ജനങ്ങൾ തടിച്ചുകൂടി ആമിന ബീവിയെ കൂട്ടിക്കൊണ്ടുവരുന്ന രംഗം വല്ലാതെ കണ്ടു. ബറക്ക എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി അവിടെ ആശീർവദിച്ചു. അന്നും അത് കാണാൻ ശരിക്കും കഴിഞ്ഞില്ല, ആൾക്കൂട്ടം കൊണ്ട്. മക്കത്തെ പ്രമാണിയായ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലാണ് കല്യാണം നടക്കുന്നത്, ചില്ലറല്ല. എന്റെ നിങ്ങളുടെ വീട്ടിൽ കല്യാണം നടക്കുമ്പോ താൽക്കാലികമായിട്ട് ടേബിൾ ഒരുപക്ഷെ കാലിയാക്കാൻ 4-10 ചോറിന്റെ ടേബിൾ അവിടെ ഒഴിഞ്ഞിരിക്കുന്നുണ്ടാവും. അങ്ങനെയല്ല, അത് തിരക്ക് പിടിച്ച കല്യാണമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ജനങ്ങൾ തടിച്ചുകൂടി. പുതിയാപ്പിള വന്നു. ആമിന ബീവിയെ എതിരിട്ട് എല്ലാവരും സ്ത്രീകളൊക്കെ പാടെ കൂടി ബൈത്തൊക്കെ ചെല്ലിട്ട് ആമിന ബീവിയെ എതിരിട്ട് അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എല്ലാവരും മകമടിഞ്ഞു നോക്കി ആമിന ഉമ്മ ബീവിയെ. എന്തോ ഒരു ചുരുക്കാണ്, എന്തോ ഒരു സന്തോഷമാണ്. ആ മുഖത്തിൽ നിന്ന് തന്നെ വല്ലാത്ത പ്രഭയാണ്. ആ മുഖത്തിൽ നിന്ന് അടിച്ചു വീശുന്ന പ്രഭ എല്ലാ മനുഷ്യരും നോക്കിക്കണ്ടു. ആമിന ബീവിയെ ഒരു ഭാഗത്ത് അവിടെ കൊണ്ടുപോയി ഇരുത്തി. ജനങ്ങൾ ആശീർവദിച്ചു. ജനങ്ങളൊക്കെ പിരിഞ്ഞുപോയി, ആശീർവാദം കൊടുത്ത് പിരിഞ്ഞുപോയി. ബറക്കയുടെ മനസ്സിൽ എന്റെ യജമാനത്തിൽ ഇന്നിപ്പോ എന്തായിരിക്കും എന്നെ വിളിക്കുക? എന്റെ പേരൊന്നും ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ എന്നിങ്ങനെ ഇരിക്കുമ്പോ എന്നെ വിളിക്കൂലേ? കാരണം കാണാൻ ചൊറുക്കില്ലാത്ത പെൺകുട്ടിയാണല്ലോ. കറുത്ത വർഗത്തിലെ പെട്ടതാണ് ബറക്ക എന്ന് പറയപ്പെടുന്ന ഈ അടിമസ്ത്രീ. അപ്പൊ എന്നെ എന്തായിരിക്കും എന്റെ ഈ പുതിയ യജമാനത്തിൽ വിളിക്ക എന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ ഒരു ജാതിയൊക്കെ പാടെ ഒരു ടെൻഷനായിട്ട് ഇങ്ങനെ നടക്കുമ്പോ ആമിന ബീവി ഇരുന്ന ഇരിപ്പിൽ എഴുന്നേറ്റുകൊണ്ട് ബറക്കയുടെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചു. അയ്യോ, എന്തോ ഒരു സന്തോഷമാണ് ബറക്കക്ക്. എന്റെ യജമാനത്തിൽ എന്നോട് ചിരിച്ചല്ലോ, അത് മതിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് റൂമിൽ പോയിട്ട് വീണ്ടും കിടന്നു. 2-3 ദിവസങ്ങൾക്ക് ശേഷം ആമിന ഉമ്മ ബീവി പരിചയപ്പെട്ടു. മോളെവിടെയാണ്? മോളെ പേരെന്താണ്? സ്പീഡിൽ വർത്താനം പറയും ബറക്ക. അപ്പൊ ആ വർത്തമാനം കേൾക്കാൻ തന്നെ വല്ലാത്ത ഇമ്പമാണ്, വല്ലാത്ത ചുരുക്കാണ് ആ വർത്താനം കേൾക്കാൻ. സ്പീഡിൽ വർത്താനം പറയുന്ന ഒരു പ്രകൃതിയാണ് ബറക്കക്ക്. ആമിന ബീവി വീണ്ടും ബറക്കയെ കൊണ്ട് സംസാരിപ്പിച്ചു. ആമിന ബീവി തോളോ കയ്യിട്ടുകൊണ്ട് പിടിച്ചുകൊണ്ട് അടച്ചു ചേർത്തു. എന്നിട്ട് സ്നേഹബന്ധം പങ്കിട്ടു. കുഞ്ഞുമോളോട് എല്ലാ വിഷയങ്ങളും പറഞ്ഞു. കുടുംബത്തിന്റെ ചർച്ചകൾ, കല്യാണത്തിന്റെ ചർച്ചകൾ, യജമാനരാകുന്ന അബ്ദുള്ളയുടെ ചർച്ചകൾ എല്ലാം കഴിഞ്ഞു. വർത്തമാനങ്ങൾ 4 ഭാഗത്തും ജനങ്ങൾ പെണ്ണിനെ പറ്റി, പുതിയ പെണ്ണിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തിലാണ്. അതിനിടയ്ക്ക് എല്ലാവരുടെ മുഖത്തും പെട്ടെന്നൊരു മങ്ങലേറ്റു. ബറക്ക അങ്ങോട്ട് ഓടിപ്പോയി. എന്താണ് എല്ലാവർക്കും ഒരു മ്ലാനത? ഒന്നുമില്ല, അബ്ദുള്ള ഷാമിലേക്ക് കച്ചവടത്തിന് പോവുകയാണ്. ആ ചർച്ചയാണ് അവിടെ നടക്കുന്നത്.